പ്രതിരോധവും പ്രത്യാക്രമണവും സമം ചേർത്ത് എതിരാളിയെ ചാമ്പലാക്കുന്ന ഡച്ച് പട. പക്ഷേ യൂറോപ്യൻ ചടുലതാളത്തിന് മുന്നിൽ ഒരേഷ്യൻ പട മതില് കെട്ടി. പരാജയ തീരത്ത് സമനില ഗോളിനായി ജപ്പാൻ പൊരുതുകയാണ്. എതിരാളികളുടെ ഉയരക്കൂടുതൽ ജപ്പാന് പ്രതിബന്ധം തീർക്കുമെന്ന കമന്റ് ബോക്സിലെ വാചകങ്ങൾ നിരന്തരം ഒഴുകി. മത്സരം അവസാനിക്കാൻ മിനിറ്റുകളുടെ ദൂരം മാത്രം. വായുവിൽ ഉയർന്നു പൊങ്ങി സൂപ്പർ ഹെഡറിൽ ആ കുറിയ മനുഷ്യരുടെ തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ വിപ്ലവം പിറന്നു. ഏഷ്യൻ മണ്ണിൽ കാൽപന്താട്ടത്തിന് ശാരീരിക ക്ഷമതകളെ വില്ലനാക്കുന്നവർ അവരെ കാണുക. എതിരാളികളുടെ ഭൂതകാലം ചികയാതെ, കരുത്തിന്റെ അളവളക്കാതെ പ്രത്യാശയിൽ വിശ്വസിക്കുന്ന മനുഷ്യർ. ജർമ്മനി എന്നൊരു മൈതാനത്തെ തീജ്വാലയെ ഖത്തറിൽ നിന്ന് പറഞ്ഞയച്ചൊരു ചരിത്രമുണ്ട് ജപ്പാന്. എതിരാളിയുടെ ഗോൾവല നിറയ്ക്കാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തിയെത്തുന്ന ജർമ്മനിക്ക് പക്ഷേ ജപ്പാന്റെ മനസാന്നിധ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ പോയി. വർഷം പിന്നിട്ട് 2026 ജപ്പാൻ കാത്തുവെക്കുന്ന കാൽപന്തിലെ വിസ്മയങ്ങൾക്കായി ലോകം കാത്തിരുന്നു. നെതർലൻഡ്സിന് മുന്നിലേക്ക് പ്രതിരോധ കോട്ട കെട്ടി കൗണ്ടർ അറ്റാക്കുകളിൽ തന്ത്രം മെനഞ്ഞ് ജപ്പാൻ കളി തുടങ്ങി. 51-ാം മിനിറ്റിൽ ജപ്പാൻ പ്രതിരോധം തകർത്ത് ഡച്ച് പട മുന്നിൽ. എന്നാൽ അതിലെല്ലാം അവസാനിച്ചെന്ന് കരുതാൻ വരട്ടെ. മിനിറ്റ് 6 പിന്നിട്ട് ജപ്പാന്റെ പ്രത്യാക്രമണം. അങ്ങനെ വീഴാൻ മനസ്സില്ലെന്നാണ്. 64-ാം മിനിറ്റിൽ ക്രിസൻസിയോ വക ഓറഞ്ച് പടയുടെ തിരിച്ചുവരവ്. ഏത് പ്രതികൂല സാഹചര്യത്തിലും പ്രതീക്ഷ കൈവിടരുതെന്ന് ലോകത്ത് ജപ്പാനോളം മറ്റാർക്ക് പറയാനാണ്. മൈതാനത്ത് പുറത്തും ലോകമത് കണ്ടതാണ്. ഡച്ച് ഗോൾമുഖത്തേക്ക് പ്രതിരോധം ഭേദിച്ച് ജപ്പാൻ കടന്നു കയറി. മത്സരഫലം ഉറപ്പിച്ചപ്പോൾ നെതർലൻഡ്സ് വിജയം സ്വപ്നം കണ്ടിരിക്കണം. എന്നാൽ എതിരാളിയുടെ ചരിത്രം ലക്ഷ്യത്തിന്റെ നേർത്തൊരു കണികയിലും സ്വപ്നങ്ങൾ ചേർത്തു വെക്കുന്നവരാണ്. 89-ാം മിനിറ്റിൽ ജയത്തോളം ഒരു സമനിലയിലേക്ക് ഉയരങ്ങളിൽ ഏഷ്യൻ പോരാളികളുടെ തിരിച്ചുവരവ്. ജപ്പാൻ എന്നും അങ്ങനെയാണ്. വിശ്വവേദികളിൽ അപ്രാപ്യമായതിലേക്ക് കണ്ണും നട്ട് അവരെത്തും. നിറഞ്ഞ പുഞ്ചിരിയിൽ, നിഷ്കളങ്കതയിൽ, ഒടുവിലെ വിസ്മയങ്ങളിൽ ജപ്പാൻ എന്നും അങ്ങനെയാണ്. മത്സരശേഷം ഗ്യാലറിയിലെ അവശേഷിപ്പുകൾ വൃത്തിയാക്കി ആ ജനതയുടെ സംസ്കാരവും ലോകം അവരെ നെഞ്ചോട് ചേർക്കുന്നു.